മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം നിയമാവർത്തനം 29, 19, 20 വാക്യങ്ങൾ. The book of Deuteronomy, chapter 29, verses 19 to 20. അങ്ങനെയുള്ളവൻ ഈ ശാപവാക്കുകൾ കേൾക്കുമ്പോൾ കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കും എന്ന് പറഞ്ഞ് തന്നെ അനുഗ്രഹിക്കും. എന്നാൽ കർത്താവ് അവനോട് ക്ഷമിക്കുകയില്ല. കർത്താവിൻ്റെ കോപവും അസൂയയും അവനെതിരെ ജ്വലിക്കും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവൻ്റെ മേൽ പതിക്കും. കർത്താവ് ആകാശത്തിന് കീഴിൽ നിന്ന് അവൻ്റെ നാമം തുടച്ചു മാറ്റും. ജീവിതത്തെ താറുമാറാക്കാൻ ഹേതുവാകുന്ന ഒരു ശക്തിയാണ് സാരമില്ല എന്ന ചിന്ത. ജീവിത നൗകയെ തകർക്കാൻ കഴിവുള്ള മറഞ്ഞുകിടക്കുന്ന പാറയാണ് ഈ ചിന്താഗതി. ധാർമ്മിക പ്രമാണങ്ങൾ അവഗണിക്കുവാൻ ആദ്യം പരീക്ഷിക്കപ്പെടുമ്പോൾ സാരമില്ല, ഒരു പ്രാവശ്യമാകാം എന്ന് ചിന്തിക്കുന്നു. മദ്യപാനം ആരംഭിക്കുമ്പോൾ അല്പമാകാമെന്ന് ചിന്തിക്കുന്നു. അവസാനം മദ്യത്തിനടിമപ്പെട്ട് നശിക്കും. കുടുംബ പ്രാർത്ഥന ആദ്യമൊക്കെ അവഗണിക്കുമ്പോൾ സാരമില്ലെന്ന് ചിന്തിക്കും. ഭാവിയിൽ മക്കൾ ദൈവഭയമില്ലാതെ ദുർവൃത്തരാകുമ്പോൾ പശ്ചാത്തപിക്കുവാനിടയാകും. മോശ ഈ ആശ്രയം ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തുന്നു. കഠിന ഹൃദയരായി ജീവിച്ചാലും ഒരു ദോഷവും സംഭവിക്കുകയില്ലെന്ന് പറഞ്ഞ് സ്വയം ആശ്വസിപ്പിക്കുന്നവരുണ്ട്. അതിന്റെ ഫലമായി വരണ്ടതും നീരുള്ളതും നശിക്കും. ദൈവകോപം അവർക്കെതിരായി ഉണ്ടാകും. പാപത്തെയും മ്ലേച്ഛതയെയും തൽക്കാലം സാരമില്ല എന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ദൈവകോപം നിശ്ചയമായും ഉണ്ടാകും. ഹൗവ വിലക്കപ്പെട്ട കനി പറിച്ചു നിന്നപ്പോൾ സാരമില്ല, ദൈവം അറിയുകയില്ല എന്ന് ചിന്തിച്ചു. പദീസ നഷ്ടപ്പെടാൻ ആ പ്രവൃത്തി കാരണമായി. യൂദ യോശുവയെ ഒറ്റിക്കൊടുത്തപ്പോൾ സാരമില്ലെന്ന് ചിന്തിച്ചു. അവസാനം കയറിൽ തൂങ്ങി ജീവിതം അവസാനിപ്പിച്ചു. കടം കയറി നശിച്ചവരെല്ലാം ആദ്യം കടം വാങ്ങുമ്പോൾ സാരമില്ല എന്ന് കരുതും. കൂടുതൽ കടം വാങ്ങി അവസാനം സകലതും നഷ്ടപ്പെടും. ടൈറ്റാനിക് കപ്പലിന്റെ നേർക്ക് മഞ്ഞുമല ഒഴുകി വരുന്നെന്ന മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ അത് നിസ്സാരമെന്ന് ആദ്യം കരുതി. പക്ഷേ കപ്പലിന് നാശത്തിന് കാരണമായി. ജീവിതത്തെ ഗൗരവബുദ്ധിയാ വീക്ഷിക്കണം. ഒന്നിനെയും സാരമില്ലെന്ന് കരുതരുത്. ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും അത് അർഹിക്കുന്ന ഗൗരവത്തോടെ കൈകാര്യം ചെയ്യണം. ചെറിയ തെറ്റുപോലും സാരമില്ലാത്തതായി പരിഗണിക്കരുത്. കാരണം സാരമില്ല എന്ന ചിന്ത വലിയ നാശത്തിന്റെ മുന്നോടിയാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.